നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൈക്ക് എത്തിയത് പക്ഷെ വായിക്കെത്തില്ല എന്നൊരു ചൊല്ലുണ്ട്. അതേപോലൊരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് ഉണ്ടാക്കി വെക്കരുത് എന്നുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് സമൂഹ മാധ്യമങ്ങളെല്ലാം. അതായത് കഴിഞ്ഞ 10 വർഷം ഭരിച്ചു മുടിഞ്ഞിരിക്കുന്ന മലയാളികൾക്ക് എല്ലാവർക്കും ഒരു ഭരണമാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കോൺഗ്രസിനെ, നിലവിൽ ശക്തമായി നിൽക്കുന്ന കോൺഗ്രസിനെ അധികാരത്തിലേറ്റുക എന്നുള്ളതാണ്. BJP തിരുവനന്തപുരം നഗരസഭ ഭരിച്ച മികവ് കാണിക്കട്ടെ, ശേഷം കേരളത്തിന്റെ ഭരണം കയ്യിൽ കൊടുക്കാം എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിലെ ചില വിലയിരുത്തലുകൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ വിജയ സാധ്യത ഏറെയുള്ള കോൺഗ്രസ് ചില പ്രവർത്തനങ്ങളും ചില മസിലുപിടുത്തവും കാരണം നിങ്ങൾക്ക് തന്നെ കൊണ്ട് നശിപ്പിക്കരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് കോൺഗ്രസിനോടുള്ളത്. ഈ അവസാന നിമിഷം കൊണ്ട് കലമുടയ്ക്കരുതേ എന്ന് മാത്രമേ പറയാനുള്ളൂ. അഞ്ജു പാർവതി പ്രഭീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് കൃത്യമായ കാര്യങ്ങൾ അത് മനസ്സിലാക്കി തരുന്നത്. കൈക്കെത്തി പക്ഷെ വായിക്കെത്തില്ല എന്നൊരു ചൊല്ലുണ്ട്. അതേപോലെ ഒരു അവസ്ഥ ഉണ്ടാക്കി വെക്കരുത് കോൺഗ്രസ് നേതൃത്വം. നിലവിൽ കമ്മികളുടെ കൊള്ളയിൽ ഈ 10 കൊല്ലം അവന്മാർ ഈ നാടിനെ കുട്ടിച്ചോറാക്കിയ വ്യവസ്ഥിതി ഒക്കെ കാരണം മനം മടുത്ത് നിൽക്കുന്ന ജനങ്ങൾ ഇവന്മാരെ എങ്ങനെയെങ്കിലും കഴുത്തിന് പിടിച്ച പുറത്തിറക്കാൻ നിൽക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിലും മികച്ചൊരു അവസരം വേറെയില്ല. അപ്പോഴാണ് നഴ്സറി പിള്ളേരെ പോലെ പിച്ചി മാന്തി അതുപോലെ തന്നെ ടൈപ്പ് ഗോഷ്ഠികൾ ആയി വരുന്നത്. അത് പരസ്യമായി പൊതുവേദിയിൽ മൈക്കിനും സ്റ്റേജിനും വേണ്ടി വാശി പിടിക്കുന്ന നേതാക്കൾ ഒന്ന് മനസ്സിലാക്കണം. അടച്ചിട്ട മുറിക്കുള്ളിൽ പരസ്പരം കാണിക്കുന്ന പടല പിണക്കങ്ങളും പാരവെപ്പും പോലെയല്ല പൊതുവേദിയിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ. നിങ്ങൾ കാണിക്കുന്ന ഒരു ചെറിയ പിഴവിനെ 1000 മടങ്ങ് നെഗറ്റീവാക്കി പൊലിപ്പിക്കാൻ കമ്മീഷൻ വാങ്ങുന്ന മാപ്രകളും സൈബർ വെട്ടുക്കിളിക് പോരാളികളും ഒരേപോലെ മത്സരമാണ്. 3ാം വട്ടം എങ്ങനെ ദാസപ്പന ആൻഡ് കമ്പനിയെ കേറ്റാമെന്ന ഗവേഷണം നടത്തുന്ന PR ടീമുകൾക്ക് ഇടത് പേനയുദ്ധങ്ങൾക്കും മുമ്പിൽ ആവോളം വേണ്ട ട്രോൾ ഐറ്റംസ് കോൺഗ്രസ് നേതൃത്വം തന്നെ ലാവിഷായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയും ഒരു കരക്കടുപ്പിക്കാൻ ഈ പാർട്ടിയോട് കൂറുള്ള ആയിരക്കണക്കിന് അണികളും അനുയായികളും രാവന്തിയോളം വെള്ളം കോരുന്നുണ്ട്. എന്നാൽ പടിക്കലെത്തുമ്പോൾ കുടം പൊട്ടിക്കുന്ന നേതാക്കൾ ഉണ്ടെങ്കിൽ എന്ത് കാര്യം? ഒരല്പം സംയമനം പാലിക്കാൻ ആർക്കും മനസ്സില്ല, നേരവുമില്ല. തൽക്കാലം ഇതൊക്കെ കാണുമ്പോൾ അടിമ അന്തംസിന് കൂട്ട് ക്യാപ്സ്യൂൾ വിതറാനോ വിഴുങ്ങാനോ വയ്യ. എന്തായാലും ഈ പറയുന്ന അല്ലെങ്കിൽ ഈ അഞ്ജു പാർവതിയുടെ പോസ്റ്റ് വളരെ കറക്റ്റാണ്. അതായത് ഈ പറയുന്ന ഈ കോൺഗ്രസിന് ഒരു മോശപ്പേരുണ്ട്, ഇപ്പോഴും ആ ചീത്തപ്പേരുണ്ട്. അധികാരത്തിന് വേണ്ടി, കസേരയ്ക്ക് വേണ്ടി അടിപിടി കൂടുന്നു, മൈക്കിന് വേണ്ടി അടിപിടി കൂടുന്നു എന്നൊക്കെ ഒരു ചീത്തപ്പേരുണ്ട്. ആ ചീത്തപ്പേര് കൂടുതൽ ശക്തമായി വേദികൾക്ക് മുന്നിൽ കാണുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ വേദിയിലുണ്ടായ സംഭവ വികാസങ്ങൾ അത്രയും നേരം ഉണ്ടായിരുന്ന ആൾക്കൂട്ടത്തിന്റെയും ആ കുറ്റ്യാടിയുടെ ആവേശത്തിനെയും ഒക്കെ തന്നെ കളങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് ട്രോളുകൾ വഴിമാറുന്നു എന്നുള്ളതാണ്. എന്തായാലും ആ ഘട്ടത്തിൽ തന്നെ ഷാഫി പറമ്പിൽ പറഞ്ഞ കാര്യം അത് ശക്തമായി തന്നെ എടുക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായ ട്രോളുകൾക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. പുതുയുഗ യാത്രയിൽ കുറ്റ്യാടിയിലെ സ്വീകരണ ചടങ്ങിൽ ഷാഫി പറമ്പിൽ MPയെ സംസാരിക്കാൻ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട വേദിയിലുണ്ടായ പിടിവലിയിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒരു കുടുംബത്തിലെ കാര്യം പോലെയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അവിടെ ഒരു തരത്തിലുമുള്ള അച്ചടക്ക ലംഘനവും ഉണ്ടായിട്ടില്ലെന്നും സതീശൻ കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. ജാഥയുടെ ശോഭ കെടുത്താൻ ഇല്ലാത്ത ഒരു കാര്യം ഊതി വീർപ്പിക്കുകയാണ്. ജാഥ വൈകിയതിനാൽ ഷാഫി തന്നെയാണ് വേഗം പ്രതിപക്ഷ നേതാവിനെ വിളിക്കാൻ പറഞ്ഞത്. ഒരു പ്രധാന മാധ്യമം വാർത്ത കൊടുത്തത് സ്റ്റേജിലെ ഉന്തും തള്ളും കാരണം മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണെന്ന് പറഞ്ഞാണ്. അങ്ങനെ ഒന്നും ഉണ്ടായെന്ന് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ വാർത്ത കൊടുക്കുന്നതോടെ തകരുക നിങ്ങളുടെ വിശ്വാസ്യതയാണ്. ആയിരക്കണക്കിന് വോട്ടുകൾക്ക് UDF തോറ്റ മണ്ഡലങ്ങളിൽ ജാഥയ്ക്കും കിട്ടിയ സ്വീകരണം കേരളീയ സമൂഹം വിലയിരുത്തും. ജാഥയുടെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഞാൻ നയിക്കുന്ന ജാഥയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് ശരിയല്ല. ജാഥയുടെ ശോഭ കെടുത്താൻ വേണ്ടി ഇല്ലാത്ത വാർത്ത കൊടുക്കുകയാണ്. ഇതൊക്കെ ഒരു വീട്ടിൽ ഉണ്ടാകുന്ന പോലെയുള്ള കാര്യമല്ലേ? ഇങ്ങനെ കള്ളം പ്രചരിപ്പിച്ചാൽ കേരളം എങ്ങോട്ടാണ് പോവുക? എൻ്റെ ദൈവമേ എന്നാണ് സതീശൻ പറയുന്നത്. വിവാദ ജാഥയുടെ ശോഭ കെടുത്താനും പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ 60,000 വോട്ടിന് തോറ്റ മട്ടന്നൂരിലെ ജനക്കൂട്ടം നിങ്ങൾ കണ്ടതല്ലേ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ കുറ്റ്യാടി വേദിയിൽ നേതാക്കൾ തമ്മിൽ ഇന്നലെയാണ് ഒന്നും തള്ളും ഉണ്ടായത്. പരിപാടിയുടെ അധ്യക്ഷനായ DCC സെക്രട്ടറി പ്രമോദ് കക്കട്ടിലും ഷാഫി പറമ്പിൽ MPയുമാണ് പ്രസംഗിക്കുന്നതിനെ ചൊല്ലി പിടിവലിയും തർക്കവും ഉണ്ടായത്. ഒടുവിൽ എല്ലാം കോംപ്രമൈസ് ആക്കി വിട്ടപ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ നിറഞ്ഞു കവിയുകയായിരുന്നു.